മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KPA മജീദ് തന്നെ പറഞ്ഞത് ഉപസമിതി അനുവദിച്ച +2 ബാച്ചുകളുടെയും സ്കൂളുകളുടെയും കാര്യത്തിൽ എന്തിന് എല്ലാവരും ലീഗിൻ്റെ മേൽ കയറുന്നു എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഉപസമിതിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുന്നിൽ നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിന്നു കൊടുക്കേണ്ടി വന്നു. ലീഗ് നിസ്സഹായമായി അത് നോക്കി നിന്നു. ലീഗ് തന്നെ ഉന്നയിച്ച മലബാറിലെ +2 പ്രശ്നങ്ങൾ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ലീഗ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ സാധിക്കുന്നില്ല എന്നതിന് തെളിവല്ലേ? ഇപ്പോൾ ഇത് PK അബ്ദുൾ റബ്ബ് തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഭാഗികമായി സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ്. അത് UDFന് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കമൻറ്റ് കൂടിയായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അല്ല, അപ്പം സാമുദായിക സമ്മർദ്ദം കേരളത്തിൽ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സാമുദായിക സംഘടനകൾ സമ്മർദ്ദം ചെലുത്താറുണ്ട്, പല കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട്. ഞാൻ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. പക്ഷേ ഈ സ്കൂളുകളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഗവൺമെൻറ് ഇത്തരം സമ്മർദ്ദത്തിൻ്റെ ഫലമായി ആരെങ്കിലും സ്കൂളുകൾ നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അവരെ കെണിയിൽ വെക്കാനുള്ള ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കാണാതെ പോകരുത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇത്തവണ സ്കൂൾ തുടങ്ങുന്നില്ല എന്ന്? കാരണം കുട്ടികളില്ല, കുട്ടികൾ ഉണ്ടാവില്ല. കാരണം കുട്ടികളില്ലാതെ ഈ പറഞ്ഞതുപോലെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ആരെങ്കിലും സ്കൂളുകൾ നേടിയെടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് തുടങ്ങാൻ കഴിയില്ല. കാരണം കുട്ടികളുണ്ടെങ്കിലേ സ്കൂൾ ഗവൺമെൻറ് അനുവദിക്കുള്ളൂ. ഗവൺമെൻറ് അവിടെ അധ്യാപക നിയമനം അനുവദിക്കുള്ളൂ. അപ്പോൾ അധ്യാപക നിയമനത്തിന് അംഗീകാരം ലഭിക്കണമെങ്കിൽ കുട്ടികൾ ഉണ്ടാവണം. അപ്പോൾ കുട്ടികളില്ലാതെ മലബാറിൽ കുറച്ച് സ്കൂൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ സാമുദായിക സന്തുലനം സമീപകാലത്ത് കേരളത്തിൽ എന്ത് പ്രശ്നം പറഞ്ഞാലും ഒരു സാമുദായിക സന്തുലനവും അതിൻ്റെ പേരിൽ വലിയ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത്തരം ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ആരെങ്കിലും ഇനി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് താൽക്കാലികമായി സ്കൂൾ അനുവദിക്കുന്നു. എന്നാൽ ഗവൺമെൻറ്റിന് യാതൊരു ബാധ്യതയില്ല. കാരണം അവിടെ കുട്ടികളില്ലെങ്കിൽ അവർക്ക് സ്കൂൾ തുടങ്ങാൻ കഴിയില്ല. പിന്നെ ഈ അബ്ദുൽ ഖാദർ MLA പറഞ്ഞില്ലേ, ഹയർ സെക്കൻഡറി ഡയറക്ടറെ, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഗുരുവായൂരിൽ കുട്ടികൾ കുറേ അധികമുണ്ട്, അവിടെ ഒരു +2 ബാച്ച് വേണം. അവിടെ ഒരു സ്കൂളിൽ +2 സ്കൂളിൽ പോയാൽ അവിടെ മതിയായ സൗകര്യം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുക? കാരണം ഗവൺമെൻറ് കൊടുക്കുന്ന എന്ത് ഉറപ്പാണുള്ളത്? ഗവൺമെൻറ് +2 അനുവദിക്കുമെന്ന് ഉറപ്പില്ലാതെ ഏതെങ്കിലും മാനേജ്മെൻറ്റ് കെട്ടിടം ഉണ്ടാക്കുമോ? അവിടെ ഫർണിച്ചർ വാങ്ങി വെക്കുമോ? അവിടെ മതിയായ സൗകര്യങ്ങൾ ഒരുക്കി വെക്കുമോ? ചില വലിയ സാമ്പത്തിക സൗകര്യങ്ങളുള്ള സ്കൂളുകൾ ഒരു പക്ഷേ സ്കൂൾ അനുവദിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെക്കും. എന്നാൽ എല്ലാ മാനേജ്മെൻറ്റിനും അങ്ങനെ സൗകര്യം ഒരുക്കി വെക്കാൻ കഴിയില്ല. എന്നാൽ അവിടെ കൂടുതൽ കുട്ടികൾ പുറത്തു നിൽക്കുന്നുമുണ്ടാകും. ഗവൺമെൻറ്റിന്, ഞാൻ പറഞ്ഞില്ലേ, ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമ്പോൾ അവിടെ സൗകര്യം ഉണ്ടാവില്ല. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള പരിഗണന അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അപ്പോൾ ആ സ്കൂളിന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ ആ സ്കൂളിൽ മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അനുവദിച്ച ബാച്ച് ക്യാൻസൽ ചെയ്യും, റദ്ദ് ചെയ്യും. അങ്ങനെ സ്കൂളുകൾ അനുവദിക്കുന്നില്ല. എന്താണ് തെറ്റ്? ഗവൺമെൻറ് മുമ്പിലുള്ള എന്താണ്? കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. അത് ഗുരുവായൂരിലാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിലാവട്ടെ, മലബാറിലാകട്ടെ, തെക്കൻ ജില്ലകളിലാവട്ടെ, വളരെ ഡിസർവിംഗ് ആയിട്ടുള്ള മലബാർ മേഖലയ്ക്ക് ഇത്തവണയും മതിയായ +2 ബാച്ചുകളും സ്കൂളുകളും അനുവദിക്കപ്പെട്ടില്ല എന്നതിനുള്ള ഒരു ന്യായീകരണമാകുന്നില്ല. എങ്ങനെ ഇതെല്ലാം തെക്കൻ കേരളത്തിലേക്ക് പോയി എന്നതിനുള്ള മറുപടിയാകുന്നില്ല. എന്തുകൊണ്ട് ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിട്ടും മലബാറിലെ +2 പ്രതിസന്ധിക്ക് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതിനുള്ളൊരു മറുപടി ആയിട്ടില്ല? ഫിറോസ്, അല്ല, മലബാറിൽ ഇനിയും സ്കൂളുകൾ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ തവണ 540 ബാച്ച് കൊടുത്തു. ഇത്തവണ 700 ബാച്ച് കൊടുത്തപ്പോൾ പകുതിയിലധികവും കേരളത്തിൽ മലബാറിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഇടതുപക്ഷം ഇവിടെ വലിയൊരു അസമത്വം ഉണ്ടാക്കിയിട്ടുണ്ട്, അസന്തുലിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഒറ്റ വർഷം കൊണ്ട് പരിഹരിക്കാൻ കഴിയാവുന്നതല്ല. അത്ര വലിയ അന്തരമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ MLA പാർട്ടി കേരളം ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയത്. ഇനിയുള്ള വർഷങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് അത് പരിഹരിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. UDF ഗവൺമെന്റിന് മാത്രമേ അത് പരിഹരിക്കാൻ കഴിയൂ. ഇനിയിപ്പോ അവിടെ NSSഉം അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥാപനങ്ങളുമൊക്കെ +2 സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ചതിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾക്ക് പോലും മറയായി ഫിറോസ് ഉപയോഗിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള അസന്തുലിതാവസ്ഥ എന്നാണ്. എന്താണ് മറുപടി? വളരെ സുതാര്യമായിട്ട് നേരത്തെ ഫിറോസ് ഇവിടെ പലതവണ ആവർത്തിച്ച് പറഞ്ഞ സുതാര്യത എന്ന പ്രയോഗം ഞാൻ പ്രത്യേക കൊട്ടേഷനിൽ പറയാണ്. സുതാര്യമായിട്ട് ഈ +2 കോഴ്സുകൾ അനുവദിച്ച LDF ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒരു കോണിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം ചുമ്മാ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് പറ്റിയിട്ടുള്ള അപകടങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ യഥാർത്ഥത്തിൽ മലബാറിൽ നിന്ന് കോഴ്സ് ആവശ്യപ്പെട്ട ആളുകൾക്ക്, മാനേജ്മെൻറ്റുകൾക്ക് കൊടുക്കാതിരിക്കാനുള്ള ന്യായം എന്താണ് എന്ന് ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. തിരശ്ശീലക്ക് പുറകിൽ നടന്ന ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റുകളുമായിട്ടുള്ള ഒത്തുതീർപ്പും ഇടപാടുകളും ഒക്കെ സത്യത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. തിരികെ കയറ്റൽ നടന്നതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് വലിയ കച്ചവടം തന്നെയാണ്. അതിനെ ഫിറോസ് എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും മറച്ചു വെക്കാനാവില്ല. മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ കച്ചവടം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അതിന് ഇടതുപക്ഷത്തെ ആക്ഷേപിച്ചതുകൊണ്ടോ ഇടതുപക്ഷത്തെ വിമർശിച്ചതുകൊണ്ടോ ഒന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്ന് കരുതരുത്. റൈറ്റ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ളത് +2 സ്കൂളുകൾ അനുവദിച്ച കാര്യത്തിൽ ആ ഇടപാടിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ്. പക്ഷേ അതിനൊരു കാലപരിധി, ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസും നിശ്ചയിച്ചിട്ടില്ല. മലബാറിൻ്റെ +2 പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്ന രീതിയിലുള്ള ഒരു വിധി, ഒരു ഇടപെടലും കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മൾ 700 ബാച്ച് അനുവദിച്ചതിൽ 380 ബാച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. മലബാറിൽ 380 ചില്ലാൻ അങ്ങോട്ട് 300 ചില്ലാൻ ബാച്ച് കിടക്കുന്നത് തെക്ക് കേരളയിലാണ്. അത് അവിടെയാണ്. അവിടെയും പക്ഷേ ഫിറോസ് പറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കണം. എവിടെയാണെന്നറിയോ, ഗവൺമെൻറ്റിന് അതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ആ അധ്യാപക നിയമനത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു കെണി വെച്ചിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ആ കെണി ഉണ്ടെന്നുള്ളത്. ആ കെണി സത്യസന്ധത എന്താ പറയുക, ആ കെണി പിന്നീട് ഇടതുപക്ഷ ഗവൺമെൻറ് എങ്ങാനും അടുത്ത തവണ ഭരണത്തിൽ വരുമ്പോൾ അത് പിന്നെ ഒരു ക്ലെയിമാക്കി മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ അക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കണം, അധ്യാപക നിയമനത്തിൻ്റെ കാര്യത്തിൽ. മറിച്ചുള്ള പ്രശ്നം എന്താ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു സമരവും ബഹളമായിട്ടൊക്കെ നമ്മളെല്ലാവരും പോയി, MSF പോയിട്ടുണ്ടല്ലോ, ഫിറോസ് MSFൻ്റെ നേതാവായിരുന്നാണല്ലോ. എന്താ പോയിട്ട് അവസാനം നമുക്ക് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീതം വെപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പകുതി കിട്ടിയെന്ന് പറയാം. പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടതിൻ്റെ പോർഷൻ അങ്ങോട്ട് പോയി എന്നല്ലേ കണക്കാക്കുന്നുണ്ട്. അവിടെ വിദ്യാർത്ഥികളില്ലെങ്കിൽ പിരിച്ചുവിടും, അതൊക്കെ വേറെ വിഷയം. പക്ഷേ എൻ്റെ ചോദ്യം, എന്തിനാ 320 ബാച്ച് അവിടെ കൊടുത്തു? അതെന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ആര് കൊടുത്തു? അത് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തതല്ല. ആ ബാച്ചസിൻ്റെ എണ്ണം കൂട്ടിയിരിക്കുന്നത് ക്യാബിനറ്റ് ഉപസമിതിയാണ്. ആ ഉപസമിതിയിൽ തീർച്ചയായിട്ടും വർഗീയമായിട്ട് ജാതി മതപരമായിട്ടുള്ള പ്രീണനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെയാണ് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, കോഴ വിഷയം അതൊക്കെ അബ്ദുൽ ഖാദറും ഫിറോസും കൂടെ തമ്മിലായിക്കോട്ടെ, ഞങ്ങൾ തമ്മിലുള്ള ഇടപാടല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. +2 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ PK ഫിറോസ്, ശ്രീ ജോസഫ് വാഴക്കൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.